മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല. റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. നിയമ സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച ശേഷമാകും തുടർ തീരുമാനം ഉണ്ടാകുക. അതിനിടെ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന്, എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സലിം മാലിക്കിലേക്ക്. സലിം, എന്താണ് ഈ സാംസ്കാരിക വകുപ്പിന്റെ ആലോചന? വേണു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാന നിമിഷം അതൊരു ട്വിസ്റ്റ് പോലെ, ഒരു വലിയ സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് പോലെ തന്നെ തുടരുകയാണ്. കാരണം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ജൂലൈ 24 സമാനമായി തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കോടതി ഇടപെട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ തന്നെ ഒരു ഹർജി വന്ന പശ്ചാത്തലത്തിൽ ഇനി തൽക്കാലം ആ റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്ന് സർക്കാർ തന്നെ തീരുമാനിക്കുന്നു. എന്തായാലും അങ്ങനെ ഈ ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഈ 5 വർഷം സർക്കാരിന്റെ മേശപ്പുറത്ത് തന്നെ അടയിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴും അത് അവിടെ തന്നെ തുടരുകയാണ്. അത് ഇന്ന് പുറത്തുവിടുമെന്നൊരു ആശങ്ക. പക്ഷേ അപ്പോഴും സർക്കാർ വൃത്തങ്ങൾ, പ്രത്യേകിച്ചും സാംസ്കാരിക വകുപ്പ് അറിയിക്കുന്നത് കോടതി നൽകിയ സാവകാശ സമയം തന്നെ 19-ാം തീയതി വരെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ തന്നെ 19-ാം തീയതി കേസ് പരിഗണിക്കുകയും ചെയ്യും. അതിനുശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്നാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ്. മാഡം, ഈ സർക്കാരിന് ലഭിച്ച നിയമോപദേശം ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നായിരുന്നു. അപ്പോഴും കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് തൽക്കാലം പുറത്തുവിടുന്നില്ല എന്നാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അതിനെ എങ്ങനെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ അതിനോടുള്ള ഒരു പ്രതികരണം? അതെ, ഈ കഴിഞ്ഞ 13-ാം തീയതിയാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തുടർന്ന് ഇന്നലെ ഒരു സിനിമാ താരം തൻ്റെ സ്വകാര്യതക്ക് ഭംഗമുണ്ടാക്കുന്ന വിധത്തിലായിരിക്കും ആ റിപ്പോർട്ട് എന്നുള്ളതുകൊണ്ടും അത് റിപ്പോർട്ട് താൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് പുറത്തുവിടാവൂ എന്നുള്ള തരത്തിലാണ് ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ സംശയമുണ്ട്. ആ ഹർജിയുടെ ലോക്കസ് സ്റ്റാൻഡി പരിശോധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേസ് നാളേക്ക്, തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. ആ ഹർജി തന്നെ നിലനിൽക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന് പ്രാബല്യമുണ്ട്. ഹർജി ഫയൽ ചെയ്തതിന് ശേഷം അതേ സിനിമാ താരം ഗവൺമെൻറ്റിന് മുമ്പാകെ താനിങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നും റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് ഇന്നലെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള റിപ്പോർട്ട് അത് തൽക്കാലം പുറത്തുവിടാതെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഹൈക്കോടതിയെ മാനിച്ചുകൊണ്ടും ആ ഹൈക്കോടതി മുമ്പാകെ സമീപിച്ചിട്ടുള്ള ഒരു നടിയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടും ആയിരിക്കണം അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. തീർച്ചയായും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടുന്നത് അനിവാര്യമാണ് എന്ന് വനിതാ കമ്മീഷൻ ഹൈക്കോടതി മുമ്പാകെ നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് 2017 കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള റിപ്പോർട്ട് 2019 അത് ഗവൺമെൻറ്റിന് സമർപ്പിച്ചുവെങ്കിലും ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്ന് ആ റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി തന്നെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് റിപ്പോർട്ട് അന്ന് പൂർണ്ണമായിട്ട് പുറത്തുവിടാതിരുന്നത്. ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ആ റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നും എന്താണ് പരിഹാരമാർഗങ്ങളെന്നും ഉള്ള ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറം ലോകത്തെ അറിയിക്കുന്ന വിധത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കം ഒരു ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അത് സ്റ്റേ അനുവദിക്കാതെ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിട്ടുള്ളത്. ഒരാഴ്ചക്കാലം ഹൈക്കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയം ഇപ്പോൾ തിങ്കളാഴ്ച അവസാനിക്കുന്ന മുറക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോഴും ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് പുറത്തുവിടാമായിരുന്നു, നിയമോപദേശവും അങ്ങനെയായിരുന്നു. അപ്പോൾ സർക്കാർ അതിലെന്തെങ്കിലും ഇടപെടൽ? സർക്കാരിന് ഒരു ഇടപെടലും ഇല്ല. സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഹർജി ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തതിന് ശേഷം ആ ഉത്തരവ് ഹൈക്കോടതി തന്നെ തീരുമാനമെടുക്കട്ടെ എന്നുള്ള നിലയിലായിരിക്കണം
ഹൈക്കോടതി മുമ്പാകെയാണല്ലോ പരിഗണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ആ ഉത്തരവ് വരും. ലോക്കസ്റ്റ് ഈ ഹർജിക്ക് തന്നെ നിലനിൽപ്പുണ്ടോ എന്നുള്ള കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അത് തീർച്ചയായിട്ടും പുറത്തുവിടും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഈ നടി രഞ്ജിനി ഇത്രയും ദിവസവും ഇത്തരത്തിലൊരു ഹർജിയുമായോ അതല്ലെങ്കിൽ ആവശ്യവുമായോ മുന്നോട്ട് വന്നിട്ടില്ല. ഈ അവസാന നിമിഷം തന്നെ വന്നതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയോ മറ്റോ ഉണ്ട് എന്ന് കരുതുന്നു? ഫെമിനിൻ സിനിമ കളക്റ്റീവ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഹൈക്കോടതി മുമ്പാകെ കക്ഷി ചേർന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ ആ സാഹചര്യത്തിൽ ഒന്നും തന്നെ ഉന്നയിക്കാത്ത ഒരു പരാമർശം എന്തുകൊണ്ടാണ് നടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് അറിയില്ല. ശരി, വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.